ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ച വനിതാ സംവരണ ബില്ലാണ്. ചർച്ച മാത്രമല്ല, അതിൻ്റെ പ്രതിരോധം എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വലിയ പോരാട്ട തീ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഴയ ഭാഷാ സമരം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ബില്ലിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നിലാണ്. വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള നീക്കവുമായി എം.കെ. സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ ഫെഡറലിസത്തെ, രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന ഈ നീക്കത്തിനെതിരെ തമിഴ്നാട് വലിയ പ്രതിരോധം തീർക്കുന്നു. ആ പ്രതിരോധം ദക്ഷിണേന്ത്യയുടെ മൊത്തം പ്രതിരോധമായി മാറുന്നു. ഇന്ത്യയാകമാനം ഈ പോരാട്ടത്തിൽ പടരുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ജിമ്മി, തമിഴ്നാട് എപ്പോഴും BJP-യുമായി കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായി. കേന്ദ്ര സർക്കാരിൻ്റെ പല നീക്കങ്ങളിലും അവർ ആ രീതി തുടരുന്നുണ്ട്. ഈ കാര്യത്തിലും തമിഴ്നാടിനൊരു എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് എടുക്കാൻ കഴിയുമോ ഈ പ്രതിരോധത്തിൽ? അല്ല, ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കുറച്ച് ആവേശം കൂടും, അങ്ങനെ കരുതിയാൽ മതി. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJP സർക്കാരായിട്ട്, മോദിയായിട്ട് ഒരു സുവർണ അവസരം കരുണാനിധിയുടെയും DMK-യുടെയും സ്റ്റാലിനെയും കയ്യിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നു. അവർ ഗംഭീരമായി ഉപയോഗിക്കുന്നു. 1960 നടന്ന ഭാഷാ സമരം, അന്ന് ഇംഗ്ലീഷിന് പകരം ഹിന്ദി ഔദ്യോഗിക ഭാഷയായി വരുന്നു എന്നുള്ളതായിരുന്നു പ്രതിഷേധത്തിന് വലിയ കാരണം. അന്ന് വിഘടിച്ച് പോകുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്ന രീതിയിൽ DMK മൂവ്മെൻറ്റ് വന്നു. അത് അവസാനം ഇംഗ്ലീഷ് എത്ര കാലം വേണമെങ്കിലും ഔദ്യോഗിക ഭാഷയായി തുടരും എന്ന് പറഞ്ഞാണ് പിൻവലിച്ചത്. ആ സമരം അവസാനിച്ചതിന് ശേഷം 80-കളാകുമ്പോൾ വീണ്ടും ഒരു സമരം നടക്കുന്നു. അന്ന് നവോദയ സ്കൂളുകളിൽ പുതിയ നവോദയ സ്കൂൾ വരുന്നു. അവിടെ ഹിന്ദി കൂടി ഇംഗ്ലീഷിനൊപ്പം തമിഴിനുമൊപ്പം പഠിപ്പിക്കുന്നുള്ളതെന്ന് വലിയ പ്രശ്നം. ആ സമയത്ത് തമിഴ്നാട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ബോർഡുകളിൽ ഹിന്ദിയിൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെഴുതിയിരിക്കുന്നത് കരിക്കട്ട കൊണ്ടും ടാറ് കൊണ്ടും മായ്ക്കുന്ന ഒരു വലിയ സമരപ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ആ സമരം ഒത്തുതീർന്നത് കേന്ദ്രം വഴങ്ങിക്കൊണ്ടല്ല, പക്ഷേ സംസ്ഥാനത്ത് MGR നേതൃത്വത്തിലാണെന്ന് സർക്കാർ അന്ന് ഈ നവോദയ സ്കൂൾ വേണ്ട തമിഴ്നാട്ടിലെന്ന് പറയാൻ അവസാനിച്ചത്. ഇവിടെ പക്ഷേ ഈ വിവാദത്തിനും തർക്കത്തിനും നാളെ വൈകുന്നേരം വരെ ആയുസുള്ളൂ. ഈ ബില്ല് പൊളിഞ്ഞു പോകാൻ പോവാണ്. ഒരു തരത്തിലും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലാതെ പാസ്സാക്കാനാവാത്ത ഒരു ഭരണഘടനാ ഭേദഗതി അത് തിരക്ക് പിടിച്ച് 72 മണിക്കൂറിൻ്റെ വിൻഡോയിൽ അവതരിപ്പിക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്താണ്? അതാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു പക്ഷേ പശ്ചിമ ബംഗാളായിരിക്കും. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി എന്ന് പറയുന്ന NDA-യുടെ നേതാവ്, അദ്ദേഹത്തിന് മമതാ ബാനർജിയോട് അടുത്തുപോലും എത്താൻ പറ്റാത്ത വ്യക്തിപ്രഭാവം കുറവാണ് ഒരു വലിയ പ്രശ്നം. ഒരു പക്ഷേ BJP ശക്തമായ മുന്നോട്ട് വരും. പക്ഷേ മമതയുടെ ഒരു വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ ഒന്നും ആകുന്നില്ല. ഇനി അതെങ്ങാനുമാണോ ഇങ്ങനൊരു ബില്ല് തിരക്ക് പിടിച്ച് ഈ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ബലമായ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അത്ഭുതമാണ്. കാരണം 72 മണിക്കൂറിൻ്റെ ഒരു വിൻഡോ പീരീഡിൽ തിരക്ക് പിടിച്ച് 4 ദിവസം മുമ്പാണ് ഈ നീക്കം നമ്മൾ കേൾക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ കേൾവിയില്ലാത്ത ഒരു പരിപാടിയാണ് മോദിയും മോദിയുടെ കാളികൂളി സംഘവും ചെയ്തു വെക്കുന്നത്. പെട്ടെന്ന് വിളിച്ചിട്ട് ഭരണഘടനാ ഭേദഗതി എന്ന ബില്ല് നമ്മൾ പാസ്സാക്കാൻ പോകുമെന്ന് പറയുകയാണ്. ഇതിന് യാതൊരു യുക്തിയുമില്ല, ഇതൊരു പാസ്സാക്കും യാതൊരു ഉറപ്പുമില്ല. ആകെയുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു കൺഫ്യൂഷൻ മാത്രം. തെരഞ്ഞെടുപ്പ് കാലത്തെ കൺഫ്യൂഷന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന എടുത്ത് അമ്മാനമാടുന്ന പരിപാടി, പാർലമെന്റിലെ പ്രൊസീജിയേഴ്സിന് പുല്ലുവിലയാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്ന മോദി, ഇതൊക്കെയാണ് ഇന്ന് കാണുന്നത്. അത് DMK സർക്കാർ വളരെ ശക്തമായി, DMK പാർട്ടി വളരെ സജീവമായി ഇത് തമിഴ്നാട്ടിൽ ഉന്നയിച്ചു. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള വിഷയം. പശ്ചിമ ബംഗാളിൽ ഇതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് എനിക്ക് കാണാൻ താല്പര്യം. അതല്ലെങ്കിൽ മോദിയുടെ ഫ്ലോർ മാനേജ്മെൻറ്റിൽ എന്തോ വലിയ ഒരു രഹസ്യം കാത്തിരിപ്പുണ്ട്. നാളെ 2/3 ഭൂരിപക്ഷമല്ല, സഭയിൽ എത്തുന്ന ആളുകളിൽ 3/2 ഭൂരിപക്ഷം മതി. അപ്പോൾ അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ സാധനം ഫ്ലോറിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ചില പാർട്ടികൾ അപ്രത്യക്ഷമാകുമോ നാളെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ? നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ഇതൊരു ഒന്നാന്തരം അസംബന്ധ നാടകമാണ്. ആ നാടകം എന്തിനു മോദി ചെയ്തു എന്നുള്ളത് ഞാൻ ആകെ വിചാരിക്കാം. നാളെ ഈ ബില്ല് പരാജയപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. DMK-ക്കൊന്നും അധികം സമരം ചെയ്യേണ്ടി വരില്ല. പക്ഷേ ലക്ഷ്യം പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി അടക്കമുള്ളവരെ വലിയ സ്ത്രീകൾക്ക് വലിയ മെച്ചമുള്ള ഒരു ബില്ല് അത് ഇവരെല്ലാം കൂടി കളഞ്ഞു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരു അവസരം, അതിനുവേണ്ടി മാത്രം മോദി ഇത് ചെയ്തു എന്ന് നമുക്ക് കരുതേണ്ടി വരും. അവിശ്വസനീയമാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുകയേ തരമുള്ളൂ. കാരണം സംഖ്യ വെച്ച് എങ്ങനെ കൂട്ടിയാലും ഈ ബില്ല് പാസ്സാവില്ല. അജിം സർ, ജമ്മി സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ബംഗാളിൽ BJP-ക്ക്
ഈ ലക്ഷ്യം തന്നെ ആയിരിക്കാം. പക്ഷേ തമിഴ്നാടിൽ അത് DMKക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഇന്ന് TVK അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയ ദിവസമാണ്. വലിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. TVK നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലല്ല, അല്പം ഓളം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പ്രതീതി തമിഴ്നാട്ടിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു വീണ് കിട്ടിയ വടിയായി മാറുന്നുണ്ടോ തമിഴ്നാട് DMKക്ക്? ജിമ്മി ചൂണ്ടിക്കാട്ടുന്ന പോലെ ബംഗാളാണ് ഇതിൻ്റെ ഒരു ഉടൻ ടാർഗറ്റ് എന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ ബംഗാളിൽ മമതാ ബാനർജി തുടർച്ചയായി ജയിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ്. അത് പോൾ ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ വോട്ടിൽ ബഹുഭൂരിയോഗം മമതയ്ക്കാണ് ലഭിക്കുന്നത്, BJPക്കല്ല. അപ്പോൾ അവർക്ക് അവിടെ കടന്നു കയറണമെങ്കിൽ സ്ത്രീകളുടെ വോട്ട് പിടിക്കണം. അപ്പോൾ ഇനി ഒരു ബഹളം നടന്നു, നാളെ ബഹളം നടന്നു, ഈ ബില്ല് പരാജയപ്പെട്ടു. ബംഗാളിൽ സൃഷ്ടിക്കപ്പെടുന്ന വാട്സപ്പ് മെസ്സേജുകൾ എങ്ങനെയാണ്? നാരീശക്തിക്കെതിരാണ് മമതയും കൂട്ടരും ഉൾക്കൊള്ളുന്ന ഇന്ത്യ സഖ്യം നാരീശക്തിക്കെതിരാണ്. വളരെ സിമ്പിളാണത്. പക്ഷെ അത് മാത്രമാണ്, ബംഗാളോ തമിഴ്നാടോ മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നും ഞാൻ കരുതുന്നില്ല. അത് ഈ സമയത്ത് അവർ അടിയന്തരമായി ഇത് വിളിച്ചതിന് പിന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം ഉണ്ടാവാം. ഇവരുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അത് കുതന്ത്രമാണ്. പല മൾട്ടി ഡയമെൻഷണൽ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് തമിഴ്നാട് ബംഗാൾ തെരഞ്ഞെടുപ്പ് അവരുടെ ലക്ഷ്യമാണ്. ഈ സമയം വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ലോങ്ങർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 50 വർഷം തുടർച്ചയായി ഭരിക്കുക എന്നുള്ളതാണ്. 50 വർഷം തുടർച്ചയായി ഭരിക്കണം, എന്ത് വേണം? സീറ്റിൻ്റെ എണ്ണം വർദ്ധിക്കണം, അവരുടെ സ്ട്രോങ് ഹോൾഡ്സിൽ സീറ്റിൻ്റെ എണ്ണം വർദ്ധിക്കണം, മറ്റുള്ളവർക്ക് സീറ്റിൻ്റെ എണ്ണം കുറയണം. അത് വളരെ സിമ്പിളാണ്. പക്ഷെ അതിന് ഈ നാരീശക്തി അല്ലെങ്കിൽ വിമൻ റിസർവേഷൻ ബില്ല് ഒരു മറയാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ പാർലമെൻറ്റ് പണിതു, അതിൽ 800 സീറ്റുണ്ട്. 800 സീറ്റ് പണിയുമ്പോൾ തന്നെ ഉന്നയിച്ചൊരാശി 880 എത്ര ആയിക്കോട്ടെ, 800 മുകളിലുണ്ട്. ഇപ്പോൾ 2026 ഡീലിമിറ്റേഷൻ ഉറപ്പാണ്, അന്നേ തന്നെ ഡിസ്കഷനാണ്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ ഇങ്ങനെ കൊണ്ടുവരേണ്ടതിൻ്റെ അത്യാവശ്യം. ഇപ്പോൾ നോക്കുക, അമേരിക്ക എടുത്ത് നോക്കുക. അമേരിക്ക ഇതുപോലെ തന്നെ വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ്. അമേരിക്കയിൽ 1913 മുതൽ ഇത് ഫ്രീസാണ് ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ, അതായത് നമ്മുടെ ലോക്സഭ പോലത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ 435 സീറ്റിനുള്ള ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഒരു സ്റ്റേറ്റിൽ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നല്ല, എണ്ണം കൂടില്ല. അപ്പോൾ വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ എന്തിനാണ് സീറ്റിൻ്റെ എണ്ണം കൂട്ടുന്നത് എന്നാണ് ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴുള്ള 534 സീറ്റിൽ തന്നെ 30% കൊടുത്താൽ പോരെ? അത് പറ്റില്ല, സീറ്റിൻ്റെ എണ്ണം കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സീറ്റിൻ്റെ എണ്ണം കൂടിയാൽ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം എടുക്കുക. റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ 1971 ഇത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് 10 ലക്ഷം പേർക്ക് ഒരു MP എന്നുള്ളതാണ് ഒരു കണക്ക്. 10 ലക്ഷം പേർക്ക്. ഇപ്പോൾ വയനാട്ടിൽ പോലും 14 ലക്ഷമുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കീഴിലുള്ള വോട്ടർമാർ, അല്ലെങ്കിൽ അത്രയും ജനങ്ങളുടെ ഒരു MP ആണ് അവർ. വോട്ടർമാരല്ല, പോപ്പുലേഷൻ. അപ്പോൾ ഇത് അമേരിക്കയിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ ചില അംഗങ്ങളുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 75 ലക്ഷമാണ് ഒരാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പേരെ റെപ്രസെൻ്റ് ചെയ്താൽ മതിയോ? കുറച്ചുകൂടി റെപ്രസെൻറ്റേഷൻ വേണ്ടേ? എന്നൊരു 1 ലക്ഷം പേർക്ക് ഒരു MP എന്നതിലെ ആകിക്കൂടെ? ഇങ്ങനെയൊക്കെ ചിന്തകൾ വരാം. യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ഡെമോക്രസിയിലെ റെപ്രസെൻറ്റേഷൻ എന്താണ്? കൂടുതൽ ആളുകളെ ഒരാൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അയാൾക്ക് കൂടുതൽ MP ഫണ്ട് ചെലവഴിക്കാൻ കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ പരാതി സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. ഇത് ഒരു ലാർജർ ഡിബേറ്റ് വേണ്ട ഒരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാർലമെൻ്ററി ഡെമോക്രസിയിൽ നടക്കുന്നത്? അവിടെ നടക്കുന്ന ഡിബേറ്റാണ്, നിയമനിർമ്മാണമാണ്. അപ്പോൾ നിയമനിർമ്മാണവും ഡിബേറ്റൊക്കെ നടക്കുന്ന സമയത്ത് ഒരു 800 പേര് അങ്ങ് ഇരിക്കുകയാണ്. 800 പേര് അവിടെ സംസാരിക്കുന്നുണ്ടോ? ഒരു ബില്ലിൽ 800 പേര് സംസാരിക്കുന്നുണ്ടോ? അലമ്പെന്ന് മാത്രമേ ഇത് നടക്കില്ല. അമേരിക്കയിൽ ഇത് സ്റ്റാൾ ചെയ്യാൻ കാരണം, 1913 സ്റ്റാൾ ചെയ്യാൻ കാരണം അവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ പാർലമെൻ്ററി ഫംഗ്ഷനിങ് നടക്കാത്തതുകൊണ്ടാണ്. ആൾ കൂടുന്നതനുസരിച്ച് പാമ്പിയാവില്ല. ഇതെന്തോ ഇതാണ്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ എന്താണ്? എത്ര പേരെ ഒരു MP റെപ്രസെൻ്റ് ചെയ്യണം? പാർലമെൻ്ററി ഡെമോക്രസി എന്താണ്? അവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്? MP-മാരുടെ പണി എന്താണ്? ഇതായും തന്നെ ഡിഫൈൻ ചെയ്യണം. യെസ്, നമുക്ക് ഇനിയും ഈ വിഷയത്തിൽ നമുക്ക് ഈ ഫൈനൽ ആർഗ്യുമെൻ്റ് തന്നെ കുറച്ചുകൂടി ചർച്ച ചെയ്യാം. ഇത് നിഷാദ്, ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിനുള്ളൊരു ഒരു വടിയായി അല്ലെങ്കിൽ ഒരു ആയുധമായി മാത്രമാണോ സ്റ്റാലിൻ ഉപയോഗിക്കുന്നത്? അല്ലാതെ തമിഴ്നാടിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ എന്താ പറയുക പ്രതീകമായി നമുക്കിതിനെ കാണാൻ പറ്റുമോ? അല്ല, ഒന്നാമത്തെ കാര്യം, സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തമിഴ്നാട്ടിൽ DMKയുടെ അതിൻ്റെ ശരീരഘടനയെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഗതി BJP വിരുദ്ധതയാണ്, ഹിന്ദി വിരുദ്ധതയാണ്, ഹിന്ദുത്വ വിരുദ്ധതയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനത്ത് ഹിന്ദുത്വ കടന്നു കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഉരുപ്പോകാൻ അത്രയും പാടായിരിക്കും. അത്രയും ഹൈന്ദവ വിശ്വാസാചാരങ്ങളാൽ ബന്ധിതമായ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ ഹിന്ദുത്വം കയറി വരാതിരിക്കാനുള്ള എപ്പോഴും ഒരു വിജിലൻസ് സ്റ്റാലിനും DMKയും കാണിക്കും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരതുകൊണ്ട് ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പുറത്തേതെന്ന് വെച്ചാൽ സവർണ ഹിന്ദുത്വത്തിൻ്റെ പൊളിറ്റിക്സാണ്, അത് നമ്മളെ തകർക്കാൻ വരുന്നതാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ട് ഇതൊരു പുതിയ സംഗതി അല്ല അവർക്ക്. പക്ഷേ ഇത് ഇത്രയും ആഴത്തിലും ആവേശത്തിലും സ്റ്റാലിൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. ഞങ്ങൾ
1950കളിൽ ഞങ്ങൾ കത്തിച്ചിട്ടുള്ള ഭാഷാ സമരത്തിൻ്റെ തീ അത് ഡൽഹിയെ വിറപ്പിച്ചിട്ടുണ്ട്. അവസാനം ഡൽഹിക്ക് അത് വഴങ്ങേണ്ടി വന്നു. എന്നിട്ടാണ് ആ തീ അണഞ്ഞത്. അതേ വിപ്ലവത്തിൻ്റെ അഗ്നി ഞാനിതാ ഇവിടെ വീണ്ടും കൊളുത്തുകയാണ്. ഇത് ദ്രാവിഡ നാടാകെ പടരും. ഈ അഗ്നിയിൽ BJPയുടെ അഹങ്കാരം വെന്തുരുകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബെല്ലിന് തീ കൊടുക്കുകയാണ്. അതിനകത്ത് അത്രയും കടുപ്പിച്ചത് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നരേന്ദ്രമോദി എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഹിന്ദുത്വ ദേശീയത. എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കും. അതേ സംഗതിയുടെ വേറൊരു വേർഷനാണിത്. തമിഴക ദേശീയത, ദ്രാവിഡ ദേശീയത. അതിനെ എടുത്തുയർത്തി അതിനെ പരമാവധിയിൽ കത്തിക്കുകയാണ് ഇപ്പോൾ സ്റ്റാലിൻ ചെയ്യുന്നത്. മറ്റു വിഷയങ്ങൾക്കിടവില്ല. ഈ വിഷയത്തിൽ സ്റ്റാലിൻ ഒരു എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിജയിക്കാത്ത എൻട്രൻസ് ഇല്ല. അതോ നമ്മുടെ തമിഴ്നാട്ടിൽ ജനിച്ച മനുഷ്യരെ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കുന്ന പണിയാണ് മോദി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാഷയെ ഇല്ലാതാക്കാൻ, നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, ദ്രാവിഡ സ്വത്വത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് നിലവിൽ എൻട്രി കിട്ടാൻ വിജയുടെ TVക്ക് കുറിച്ച് ബുദ്ധിമുട്ടും. സോ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ അവസാനത്തെ 11 മണിക്കൂറിൽ മോദി തമിഴ്നാട്ടിൽ സ്റ്റാലിന് നല്ലൊരു വടി എടുത്തു കൊടുത്തിരിക്കുകയാണ്. സ്റ്റാലിൻ അതിനെ പരമാവധി ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ കഴിയും. തമിഴ്നാടിൻ്റെ ഒരു ദേശീയ വികാരം നമുക്കറിയാവുന്നതാണ്. തമിഴ് ദേശീയത, നമ്മളെപ്പോഴും പറയില്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രാഷ്ട്രമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ തമിഴ്നാട് അല്ലെങ്കിൽ തെലങ്കാന പോലെയുള്ള ഭാഷാ ഉപദേശീയതകളുടെ ഒരു യൂണിയനാണ്. അത് ഒരു വിവിധതരം ദേശീയതകളുടെ ഒരു സംഘാടനമാണ് സത്യത്തിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. സോ അത്തരം പല ദേശീയതകൾ ഉറക്കെ സംസാരിക്കാനും ദേശീയ നേതൃത്വത്തിനെതിരെ സംസാരിക്കാനും ശ്രമിക്കുന്നത് ഒരിടത്തിൽ എന്തുമാത്രം നല്ലതാണെന്ന് ഇവർ ആലോചിക്കണം. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മോദി അധികാരത്തിൽ വന്നത്. അതിൽ മോദി എന്ത് ചെയ്യാണ്? ഈ ഉപദേശീയതകളെ മുഴുവൻ ഡിസ്റ്റേബ് ചെയ്യുന്ന, അവരെ മുഴുവൻ സമരത്തിനിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന, അവരുടെ ഉപദേശീയത വികാരങ്ങളെ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള പണിയെടുത്തുകൊണ്ടിരുന്നാൽ ഞങ്ങൾ വന്നതിന് ശേഷം ഈ രാജ്യം ഒറ്റക്കെട്ടായി, ഞങ്ങൾ ഈ രാജ്യം ഏകഭാരതമാക്കാൻ, ശ്രേഷ്ഠ ഭാരതമാക്കാനാണ് പണിയെടുക്കുന്നത് പറയുകയും നമ്മൾ എല്ലായിടത്തു നിന്നും ഈ തരത്തിലുള്ള ഒച്ചപ്പാടുകൾ കേൾക്കുകയും ചെയ്യുകയാണ്. അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഭാഷാ സമരത്തിൻ്റെ തീജ്വാല വീണ്ടും വരാൻ പോവുകയാണെന്ന് ഈ പ്രാദേശിക നേതാക്കൾ പറഞ്ഞു തുടങ്ങിയാൽ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കണം. ഇത് കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വികാസ സാധ്യതയുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇതിൽ സ്റ്റാലിൻ്റെ ഒരു കേവലം മുന്നറിയിപ്പ് മാത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം ഭാഷാ സമരം പോലെ ഇമോഷണലി ആളുകൾ തെരുവിലിറങ്ങുന്ന വയലന്റ് പ്രൊട്ടസ്റ്റൊക്കെ വരുന്ന ഒരു സാധനമായിട്ട് ഇത് മാറാൻ സാധ്യത. ഇത് കുറേ കൂടി ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. നമുക്ക് MP-മാരുടെ എണ്ണം കുറയും എന്ന് പറയുന്നതും നമ്മുടെ ഭാഷയെ അവന്മാർ കൊല്ലുന്നു എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്നൊരു ഇമോഷണൽ റെട്ടറിക്കാണ്, ഇത് കുറച്ച് ടെക്നിക്കലാണ്. അതുകൊണ്ട് സ്റ്റാലിൻ പറയുന്നത് നിങ്ങൾ ഭാഷാ സമരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അത് നിങ്ങൾ ഓർക്കണം. കാരണം ഇത് നിങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ ജനം തെരുവിലിറങ്ങുന്നു പറഞ്ഞാൽ അതുപോലെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സമരത്തിലേക്ക് ഇത് പോകുമെന്ന മുന്നറിയിപ്പാണ്. അല്ലെങ്കിൽ നിലവിൽ അതങ്ങ് കത്തിപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും സമരം ചെയ്യാനും ബില്ല് കൊണ്ടുവരാനും ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്.